ഇന്ന് മകരം 28 ഏർപ്പ് ദിവസമാണ് കേട്ടോ. പ്രകൃതിയെ വെറും ഒരു ഉപഭോഗ വസ്തുവായല്ല, മറിച്ച് ജീവനും വികാരവുമുള്ള അമ്മയായി കണ്ടിരുന്ന ഒരു സംസ്കൃതിയുടെ ശേഷിപ്പാണ് ഏർപ്പ് എന്നത്. ഏർപ്പിനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഐതിഹ്യം ഭൂമിദേവി ഈ ദിനത്തിൽ പുഷ്പിണി അഥവാ ഋതുമതി ആകുന്നു എന്നതാണ്. ഒരു സ്ത്രീ പുതിയൊരു ജീവനെ വരവേൽക്കാൻ പാകപ്പെടുത്തുന്നത് പോലെ വരാനിരിക്കുന്ന കൃഷിക്കാലത്തെ സ്വീകരിക്കാൻ ഭൂമി സജ്ജമാകുന്ന നിമിഷമാണിത്. ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏർപ്പ് ദിനത്തിൽ ഭൂമിയെ നോവിക്കില്ലെന്ന ഉറച്ച തീരുമാനം പഴമക്കാർ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ മുറ്റമടിക്കുകയോ ചെടികൾ നനയ്ക്കുകയോ ഒന്നും ചെയ്യൂല. പിന്നെ നിലം ഉഴുതുകയോ ഒന്നും അങ്ങനത്തെ കാര്യങ്ങൾ ഭൂമിദേവിക്ക് വേദനിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഭൂമിദേവിക്ക് വിശ്രമം നൽകുന്നു. ഈ ദിനത്തിൽ പ്രകൃതിയിലെ എല്ലാ ചലനങ്ങളും ഭക്തി നിർഭരമായാണ് കണ്ടിരുന്നത്. മകരമാസത്തിൽ ഈ ഏർപ്പ് വരാനാകുമ്പോഴേ ആ ദിവസം എടുക്കാനാകുമ്പോൾ തണുത്തതും ശക്തമായ കാറ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ നമുക്കറിയാം ഏർപ്പ് ആവാറായി എന്ന്. ഏർപ്പ് വരുന്ന ദിവസം നമ്മൾ തുവര, പയറ്, ഞാൻ അന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്ന തോരയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ആ കറുത്ത ഒരു നമ്മളെ പയറ് പോലത്തെ കുരു, അപ്പോൾ ആ തോര, പയറ്, അരി, ഉഴുന്ന് ഇവയെല്ലാം ഈ ധാന്യങ്ങളെല്ലാം ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുന്നതാണ് ഏർപ്പ് പുഴുക്ക് എന്ന് പറയുന്നത്. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രധാന വിഭവട്ട. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഏർപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറഞ്ഞു തന്നെയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ മനുഷ്യനും കാറ്റും മണ്ണും ഒന്നാകുന്ന ഈ ദിനം ഉണ്ടല്ല, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ തിളക്കമുള്ള അടയാളമാണ് കേട്ടോ. അപ്പോൾ ഈ പുതുതലമുറക്കൊന്നും ഇത് അറിയണമെന്നില്ല, ഇതെല്ലാം ഒരു കൗതുക കാഴ്ചയാണ് കേട്ടോ എൻ്റെ മക്കളെല്ലാം നോക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടതാണ്. അങ്ങനെയാണ് എനിക്കും ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യമൊക്കെ അറിയുന്നത്. ഭൂമിയെ ജീവസുറ്റ അമ്മയായി കാണുക, അതുതന്നെയാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പായസം ഉണ്ടല്ല, നമ്മൾ എല്ലാം ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഇലയിൽ കുറച്ചെടുത്ത് കൊണ്ടുപോയിട്ട് കാറ്റത്ത് കൊണ്ടുപോയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ പ്രകൃതിയെ ആരാധിക്കുന്നതിൻ്റെയും മയപ്പെടുത്തുന്നതിൻ്റെയും ഒരു രീതിയായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇലയിലെല്ലാം എടുത്തിട്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ചിന് ഇതിൽ. അപ്പോൾ തേങ്ങ കൊത്തും നെയ്യിൽ ഒന്നാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ചെടുത്തിട്ട് ഇലയിൽ അപ്പുറം വെക്കുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അതങ്ങനെ ഒരു ഐതിഹ്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. ബൈ.